അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതൻ അതേ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റിയിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം നശിപ്പിക്കാൻ വേണ്ടി ഒരു അവാന്തര വിഭാഗം ഷിഅത്തു അലി എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിക വേഷം കെട്ടിയിട്ട് കടന്നു വന്നുകൊണ്ട് ഞാൻ ഇസ്ലാമിന്റെ ആളാണെന്ന് പറഞ്ഞവൻ കടന്നു വന്നു. ധാരാളം അനുയായികൾ അവൻ കടത്തിക്കൂട്ടി അവന്റെ മാർഗത്തിലേക്ക് പല ചൂഷണങ്ങളും നുണകളും പറഞ്ഞുകൊണ്ട് അവസാനം അബ്ദുല്ലാഹി ഇബ്നു സബഈ എന്ന് പറയുന്ന ജൂതന്റെ കൂടെ ധാരാളം ആളുകളായപ്പോ ആ കൂട്ടായ്മക്ക് അവൻ കൊടുത്ത പേരാണ് ഷിഅത്തു അലി. ആ വിഭാഗമാണ് പിന്നീട് ഷിയാക്കളായി മാറിയത് എന്ന് നിഷേധിക്കാൻ ഈ നാട്ടിൽ ആർക്കെങ്കിലും സാധ്യമാണോ? ഷിയാക്കൾ ഇവിടെ നാട്ടിൽ രൂപപ്പെട്ടത് തന്നെ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കാനാണ്. ആ വികൃതമാക്കുന്നതിന്റെ അജണ്ടകൾ അരങ്ങുകൾ ഒരുങ്ങിയത് ജൂതന്മാരുടെ ദർബാറുകളിലാണ്. ആ ജൂതന്മാരുടെ ചാപ്പിള്ളകളാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ പെറ്റിട്ട ചാപ്പിള്ളകളാണ് ഈ നാട്ടിലെ സൂഫികൾ. ആ ഷിയാക്കളുടെ വിശ്വാസമാണ് ഇന്ന് നാട്ടിലെ ചില ആളുകൾ വിശ്വാസമായി കൊണ്ടു നടക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹുമൈനി എന്ന് പറയുന്ന ഷിയാക്കളുടെ നേതാവുണ്ട്. കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിന്. ആ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷിയാക്കൾ പഠിപ്പിച്ച തഅരീഫാണ് തൗഹീദായി നാട്ടിലെ സമസ്തക്കാർ കൊണ്ടു നടക്കുന്നത്. ജാറത്തിന്റെ മുന്നിൽ, മക്ബറകളുടെ മുന്നിൽ, പുണ്യപുരുഷന്മാരുടെ മുന്നിൽ, തങ്ങന്മാരുടെ മുന്നിൽ, ബീവിമാരുടെ മുന്നിൽ തന്റെ ആഗ്രഹങ്ങൾ എന്തും പറയാം, അള്ളയോട് ചോദിക്കുന്ന എന്തും ചോദിക്കാം എന്നാണ് ആര് പറയുന്നത്? നാട്ടിലെ പണ്ഡിത വേഷധാരികളായ സഖാഫിമാരും ദാരിമമാരും ഫൈസിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ തഅരീഫ് കിട്ടിയത് എവിടെയാണ്? പരിശോധിച്ച് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ജൂതന്മാരുടെ സൃഷ്ടിയായ ഷിയാക്കളുടെ നേതാവായ ഹുമൈനിയുടെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഷിയാക്കൾ അഖീദ പഠിക്കുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ ഉമ്മത്തിനെ അഖീദ പഠിപ്പിക്കുന്നതാരെ ഈ നാട്ടിലെ ഉസ്താദന്മാർ. നിഷേധിക്കാൻ ഈ നാട്ടിലെ പണ്ഡിത വേഷധാരികളായ ഉസ്താദന്മാർക്ക് സാധ്യമാണോ എന്ന് സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിച്ചിട്ട് പതിറ്റാണ്ടുകളായി മറുപടി കിട്ടിയിട്ടില്ല. ആ ഷിയാക്കളുടെ വിശ്വാസമാണോ ഈ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ആ വിശ്വാസം പറഞ്ഞു എവിടെ എത്തി? 30 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മണിക്കൂറുകൾ സഞ്ചരിച്ചാലെത്തുന്ന കണ്ണൂർ ജില്ലയുടെ തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ഈ പണ്ഡിതന്മാർ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതവർക്ക് പറയാനുള്ള പ്രചോദനം ഈ ഹുമൈനി എന്ന് പറയുന്ന ഷിയ നേതാവാണ്.